ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്കൊരു നാലമ്പല ദർശനം കണ്ടാലോ. കണ്ണനുണ്ണി എന്തൊക്കെയോ ഞാൻ പറയുന്നത് കേട്ടിങ്ങനെ ചിരിക്കുക. ഉറക്കത്തിൽ നിണീറ്റ് ആളൊന്ന് ആക്റ്റീവായി വരുന്നതേ ഉള്ളൂ. പിന്നെ ഫീഡൊക്കെ ചെയ്ത് അമ്പലം എത്തി. ആദ്യം ഞങ്ങൾ തെക്കുംകുരൂർ അമ്പലത്തിലാണ് പോയത്. അങ്ങനെ ചേട്ടൻ അവന് മഞ്ഞളൊക്കെ ഇട്ട് കൊടുത്ത് ചേട്ടനത് മായിച്ച് ഭയങ്കര അലമ്പായിരുന്നു. പിന്നെ അവിടുന്ന് പായസമൊക്കെ മേടിച്ച് ഞങ്ങൾ അത്യാവശ്യം പായസമൊക്കെ കുടിച്ച് പിന്നെ അച്ഛനും മോനും കൂടെ കളിയൊക്കെ ആയിരുന്നു. ഇതുകൊണ്ടാണ് ഓരോ അമ്പലത്തിലും ഞങ്ങൾ ഇറങ്ങാൻ ലേറ്റ് ആവുന്നത്. വിശക്കുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലോ, അതിനുമ്പോ വിശപ്പാ. ഗ്യാസ് കയറുന്നു. നിനക്ക് ഇച്ചിരി കയറും. നിനക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാലേ ഗ്യാസ് കയറും. നിനക്ക് വീട്ടിൽ ഇറങ്ങി 1 കിലോമീറ്റർ കഴിയുമ്പോഴേ നിനക്ക് ഗ്യാസ് കയറാൻ തുടങ്ങും. ആ സാരമില്ല, ഞാൻ അപ്പുറത്ത് പഴം മേടിച്ച പഴവും വെള്ളവും കുടിച്ചാ നിന്റെ ഗ്യാസിലാൻ പോകും. പഴം തിന്നാം. കേട്ടല്ലോ, ഇതാണ് എൻ്റെ അവസ്ഥ. പിന്നെ പായസമൊക്കെ കുടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് 2 അമ്പലത്തിലെങ്കിലും കയറാതെ എങ്ങനെയാണ് കഴിക്കുന്നത്. അതുകൊണ്ട് ലേറ്റ് ആവുന്നതിന് മുന്നേ ഞങ്ങൾ അടുത്ത അയ്യങ്കോയ്ക്ക് എത്തി. ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസാണ് അച്ഛനും മോനും ഇഷ്ടം. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പനക്കിട്ടുള്ള അമ്പലത്തിൽ എത്തി. അവിടുത്തെ ഓരോ ക്ലിപ്സൊന്നും ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അമ്പലം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കാട്ടിലമ്പലത്തിൽ വന്നു. ഈ പറവ ഈ ചെയിൻ പോലെ പറക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ട്. കണ്ണനുണ്ണി അപ്പോഴത്തേനും ഞാൻ ഫീഡ് ചെയ്ത് ഉറക്കി. പിന്നെ ഭയങ്കര വെയിലായിരുന്നു. വെയിലിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ജങ്കാറൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്ക് കണ്ണനുണ്ണി എണീറ്റ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ തൊഴുത്. ഈ കിണറിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയത്തില്ല, അറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ. അവിടെ എല്ലാവരും പൈസ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ മണിയേട്ടുന്നെടുത്ത് വന്ന് അവിടെയൊക്കെ തൊഴുത് ഉപ്പിലിട്ട കുറേ ഐറ്റംസ് കഴിച്ച് കണ്ണനുണ്ണിക്കും കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.